എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റോസ് സിറപ്പാണ്. റോസ് സിറപ്പ് സാധാരണ നമ്മൾ ഫലൂദയുടെയും റോസ് മിൽക്കിൻ്റെയൊക്കെ പ്രിപ്പറേഷനിലാണ് റോസ് മിൽക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹോം മെയ്ഡ് റോസ് സിറപ്പ് എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ്: 1 ഗ്ലാസ് പഞ്ചസാര. ഇതേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ നമുക്ക് 3/4 ഗ്ലാസ് വെള്ളമെടുക്കാം. ഇനി നമുക്ക് വേണ്ടിയത് 1.5 ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ്. റോസ് വാട്ടറിന് പകരം നിങ്ങൾക്ക് 15 മുതൽ 20 വരെ ഫ്രഷ് റോസാപ്പൂവിൻ്റെ ഇതളുകളും ചേർക്കാം. ഇനി നമുക്ക് വേണ്ടിയത് 1/2 ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ബീട്രൂട്ട് നമ്മൾ കളറിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം 1 ഗ്ലാസ് പഞ്ചസാരയും 3/4 ഗ്ലാസ് വെള്ളവും നന്നായി യോജിപ്പിക്കാം. ഇതിനുശേഷം ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ട് ആഡ് ചെയ്യാം. ബീട്രൂട്ട് നമ്മളിവിടെ കളറിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിലൊന്ന് ബോയിലായി വരട്ടെ. 10-15 മിനിറ്റ് ആകുമ്പോൾ ഇത് നല്ല രീതിയിൽ ബോയിലായി വരും. ഈ ബോയിലാകുമ്പോഴാണ് നമ്മൾ ഫ്രഷ് റോസ് പെറ്റൽസ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഈ ബോയിലാകുന്ന സമയത്താണ് നമ്മൾ റോസ് പെറ്റൽസ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് തണുക്കുമ്പോൾ ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കും, അതായത് ക്രിസ്റ്റൽ ഫോമിലായി പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യണം, 1.5 ടേബിൾ സ്പൂൺ. ഞാനിവിടെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നില്ല, കാരണം ഫലൂദയിലും റോസ് മിൽക്കിലും പാല് ചേർക്കുന്നത് കൊണ്ട് ഞാനിവിടെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് നല്ലൊരു ലിക്വിഡ് ഫോമിൽ തന്നെ ഇത് നമുക്ക് അരിച്ചെടുക്കണം, കാരണം തണുക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ കട്ടിയാകും. അപ്പോൾ ഒരു ലിക്വിഡ് ഫോമിൽ തന്നെ നമ്മൾ അരിച്ചെടുക്കണം. ആ ബീട്രൂട്ടൊക്കെ അരിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് റോസ് വാട്ടർ ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുമ്പേ ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ ഇപ്പോഴാണ് ആഡ് ചെയ്തത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല രീതിയിൽ തേനിൻ്റെ കൺസിസ്റ്റൻസി ഉള്ള ഒരു റോസ് സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഉപയോഗിച്ച് പെട്ടെന്നൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ 2 ടീസ്പൂൺ റോസ് സിറപ്പ് ആഡ് ചെയ്യാം. അരമണിക്കൂർ കുതിർത്ത് വെച്ച കസ്കസ് അല്ലെങ്കിൽ ബേസിൽ സീഡും അതിനകത്ത് ആഡ് ചെയ്ത് 3-4 ഐസ് ക്യൂബ്സും ഇട്ട് പെട്ടെന്നൊരു റിഫ്രഷിംഗ് ഡ്രിങ്കും തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതേ റോസ് സിറപ്പ് കൊണ്ട് നമുക്ക് റോസ് മിൽക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് 2 ടീസ്പൂൺ, പാല് 2 ഗ്ലാസ്, 4 മുതൽ 5 ടീസ്പൂൺ റോസ് സിറപ്പ് നമുക്ക് ആഡ് ചെയ്യാം. നല്ല രീതിയിലൊന്ന് പതപ്പിച്ചെടുക്കാം. പെട്ടെന്നൊരു റോസ് മിൽക്കും തയ്യാറായി. ഈ റോസ് മിൽക്കും ഞാൻ കസ്കസ് അല്ലെങ്കിൽ ബേസിൽ സീഡും ഐസ് ക്യൂബ്സും വെച്ചാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റോസ് മിൽക്കും റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.